ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂർ. അപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരുന്ന 242 പേരിൽ രക്ഷപ്പെട്ട വിശ്വാസ് എന്ന വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് 241 പേരും മരണമടഞ്ഞപ്പോൾ എങ്ങനെയോ പുറത്തേക്ക് തെറിച്ചു പോയ ആ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ്. നമ്മളപ്പോൾ തന്നെ കണ്ടിരുന്നു ആ ന്യൂസ്. അതിന് ടി വിയിൽ വന്ന ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു, വിശ്വാസ് എന്ന വ്യക്തി നടന്നു പോകുന്നതും അല്ലെങ്കിൽ ഓടിപ്പോകുന്നതും, അതേപോലെ തന്നെ പിന്നാലെ ആംബുലൻസ് വന്ന് ആളെ കയറ്റിക്കൊണ്ടു പോകുന്നതും അയാളുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം ഈ എന്താ പറയുക ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലൈറ്റ് തകർന്നതിന് എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് വലിയൊരു അത്ഭുതം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം പോലെയാണ് ഇപ്പോൾ എല്ലാവരും ലോകം മുഴുവൻ നോക്കിക്കാണുന്നത്. കാരണം 241 പേരും 242 എന്താ പറയുക യാത്രക്കാരിൽ ഒരാൾ മാത്രം എങ്ങനെ, അതും വലിയ പോറലൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടത് വലിയ അത്ഭുതം തന്നെയാണ്. വിശ്വാസനും അത് പറയാൻ സാധിക്കുന്നു. കൂടെ വിശ്വാസിൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു, പക്ഷേ സഹോദരൻ മരണപ്പെട്ടു. പക്ഷേ വിശ്വാസം മാത്രം എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയൊരു ആശ്ചര്യജനം തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി കൂടിയാണ് ഭൂമിക എന്ന വ്യക്തി. ഭൂമിക എന്ന വ്യക്തി അവരുടെ ഹസ്ബൻഡ് ലണ്ടനിലാണ്. ഇവർ നാട്ടിലേക്ക് വന്നതാണ്. തിരിച്ച് ലണ്ടനിലേക്ക് തിരിച്ചു പോകുന്ന ആ സമയത്ത് ഫ്ലൈറ്റ് എത്തുന്നതിന് മുമ്പ് കുറച്ച് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഫ്ലൈറ്റിൽ കയറാൻ സാധിച്ചില്ല. അതായത് സാധിക്കാത്ത എയർപോർട്ടിൽ വെച്ച് അവർക്ക് വിമാനം നിഷേധിച്ച ഒരു അവസരം ഉണ്ടായിരുന്നു. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുമാർ ഇവരെ കയറ്റി വിട്ടില്ല. ഒരു 10, 15, 20 മിനിറ്റിൻ്റെ ആ വ്യത്യാസം കൊണ്ട് എന്താ പറയുക, ഈ 243 പേരിൽ ആവേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു അവരും. ഇതുപോലെ തന്നെ ഭൂമികയ്ക്കും ഫ്ലൈറ്റിൽ എത്തിപ്പെടാത്തത് കൊണ്ട്, അതായത് നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷം നമ്മൾക്ക് മരണം, എല്ലാവരുടെയും മരണം ഓരോ സ്ഥലത്ത്, ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ സമയം ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ട്രാഫിക് ജാമിൽ ബ്ലോക്ക് ഉണ്ടാവുകയും സമയം വൈകുകയും അവർക്ക് ആ ഫ്ലൈറ്റിൽ കയറാതിരിക്കാൻ പറ്റുകയും രക്ഷപ്പെടുകയുണ്ടായത്. ഇവർ രണ്ടുപേരും തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവന്മാർ. ഈ 2 ദിവസത്തെ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ ഇവർ തന്നെയാണ്.